ചോദ്യം KC വേണുഗോപാലോ VD സതീശനോ രമേശ് ചെന്നിത്തലയോ ഏതായാലും ഈ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനത്തിന് മുൻപ് നിരീക്ഷകരുടെ റിപ്പോർട്ട് കാക്കുകയാണ് ഹൈക്കമാൻഡ്. ഭൂരിപക്ഷ MLA-മാരുടെയും MP-മാരുടെയും പിന്തുണ KC-ക്കാണെങ്കിലും MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനം മറികടന്ന് രാഹുൽ ഗാന്ധി തീരുമാനമെടുക്കുമോ എന്നാണ് ആകാംക്ഷ. KC മുഖ്യമന്ത്രിയായുള്ള ഉപതെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളും ഹൈക്കമാൻഡ് പരിശോധിക്കും. അതാണ് വിഷയം. നോബിൾ മാരിക്കാരൻ ചേരുകയാണ്. നോബിൾ, അതാണ് MP-മാരൊന്നും മത്സരിക്കേണ്ട എന്ന തീരുമാനം എടുത്തിരുന്നു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം KC വേണുഗോപാലിന് മത്സരിക്കാൻ അവസരം നൽകുക എന്നത് വലിയ ചോദ്യങ്ങൾക്കിടയാക്കും. അതുമാത്രവുമല്ല, അദ്ദേഹം MLA ആയി വരികയാണെങ്കിൽ അവിടെ MP സ്ഥാനത്തേക്ക് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരും. അത് കാര്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്നൊക്കെയുള്ള നിരവധിയായ പ്രശ്നങ്ങളുണ്ട് ഹൈക്കമാൻഡിന് മുന്നിൽ. വിനീത, കേരളത്തിലെ മുഖ്യമന്ത്രി ആരായിരിക്കണം എന്ന കാര്യത്തിൽ ഇനിയിപ്പോൾ എല്ലാ കണ്ണുകളും ഹൈക്കമാൻഡിലേക്കാണ്. കാരണം നിരീക്ഷകർ ഇന്ന് സംസ്ഥാനത്ത് മടങ്ങിക്കഴിഞ്ഞ മല്ലികാർജ്ജുൻ ഖാർഗെ റിപ്പോർട്ട് നൽകുന്നതിന് പിന്നാലെ തന്നെ വിശദമായ ചർച്ചകളിലേക്ക് ഹൈക്കമാൻഡ് കടക്കുകയാണ്. ഹൈക്കമാൻഡ് ഇതിനോടൊപ്പം തന്നെ ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട്. കാരണം ഭൂരിഭാഗം MLA-മാരുടെയും പിന്തുണ KC വേണുഗോപാലിനാണ്, ഒപ്പം MP-മാരുടെയും പിന്തുണ അദ്ദേഹത്തിനുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന പ്രധാന തീരുമാനം. പ്രത്യേകിച്ച് K സുധാകരനാകട്ടെ, MK രാഘവനാകട്ടെ, അല്ലെങ്കിൽ അടൂർ പ്രകാശ് ആകട്ടെ, പ്രധാനപ്പെട്ട പല MP-മാർക്കും മത്സരിക്കാൻ മോഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും വേണ്ട, MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനം എടുത്തത് ഹൈക്കമാൻഡാണ്. അതേ ഹൈക്കമാൻഡ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇത്രയധികം വിജയം ഉണ്ടായിരിക്കുന്ന പശ്ചാത്തലത്തിൽ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാകാൻ അയക്കുമോ എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. രാഹുൽ ഗാന്ധിയാണ് അക്കാര്യത്തിൽ ഒരു പക്ഷേ അന്തിമ തീരുമാനം എടുക്കേണ്ടയാളും. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം നിരവധി ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മുന്നിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഒരു കാര്യം എന്ന് പറയുന്നത് KC മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ ഉടനെ തന്നെ അദ്ദേഹത്തിന് നിയമസഭയിൽ മത്സരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നിയമസഭയിലേക്ക് വേണ്ടി ഒരു സ്വാഭാവികമായും ആലപ്പുഴയോ അല്ലെങ്കിൽ ഇരിക്കൂറോ അദ്ദേഹം മത്സരിക്കും. സ്വാഭാവികമായും അങ്ങനെ അദ്ദേഹം മത്സരിച്ച് ജയിച്ചു കഴിയുമ്പോൾ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ഒരു ഒഴിവ് വരും. അപ്പോഴും ഒരു ഉപതെരഞ്ഞെടുപ്പുണ്ട്. 2 ഉപതെരഞ്ഞെടുപ്പുകളെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന് അഭിമുഖീകരിക്കേണ്ടി വരിക. ആ സാഹചര്യം കൃത്യമായി തന്നെ വിലയിരുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ മറ്റ് സാഹചര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ പരിശോധിക്കുന്നു എന്നാണ് അറിയാനും കഴിയുന്നത്. നിലവിൽ KC വേണുഗോപാലിന്റെയും VD സതീശന്റെയും പേര് തന്നെയാണ് മുൻനിരയിൽ പരിഗണിക്കപ്പെടുന്നത്. ഈ 2 നേതാക്കളും അല്ലെങ്കിൽ മാത്രമാണ് രമേശ് ചെന്നിത്തല ഈ കാര്യങ്ങൾ മാറുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ചർച്ചകൾ തുടരും. ഏതായാലും ചർച്ചകൾ തുടർന്ന ശേഷമായിരിക്കും ഹൈക്കമാൻഡിന്റെ കൂടി തീരുമാനം വരിക. ഞായറാഴ്ച പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് കരുതുന്നു. ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട